ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 എക്സാംസുകളെ കുറിച്ചിട്ടുള്ള ഡിഫറൻസിയേഷൻ ആണ് നോക്കുന്നത്. ഇതുപോലെ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം ഇൻസൈറ്റ് 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നൈസർ വൈസ് ഐസർ എന്താണ് ഈ 2 എക്സാംസുകൾ? അതായത് ഡോക്ടറേറ്റ് എടുക്കുക എന്നതിലുപരി ഒരു ശാസ്ത്ര ഗവേഷണ മേഖലയിൽ റിസർച്ച് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ നൈസറും ഐസറും നൽകുന്നത്. ഇതേക്കുറിച്ചുള്ള ഒരു ഡിഫറൻസ് നമുക്ക് എന്തൊക്കെയാണ്, ഇതിനെ അപേക്ഷിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കുറിച്ച് നമുക്ക് നോക്കാം. അതായത് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായ നീറ്റ് എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച ഒരു ബദൽ മാർഗങ്ങൾ ഒന്നാണ് നൈസറും ഐസറും. കേവലം ഒരു ജോലി എന്നതിലുപരി ലോകോത്തര ശാസ്ത്രജ്ഞന്മാരായി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥാപനങ്ങൾ മികച്ച ഒരു വേദി ഒരുക്കുന്നുണ്ട്. പരീക്ഷാ തയ്യാറെടുപ്പുകളെ കുറിച്ചിട്ടും സ്ഥാപനങ്ങളുടെ സവിശേഷതകളെ കുറിച്ചിട്ടും ഒക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എൻട്രൻസ് പരീക്ഷകൾ, അപ്ലിക്കേഷൻസുകളെല്ലാം ഓപ്പൺ ആകുന്നത്, എന്നാൽ അത് ശരിയായ വിവരങ്ങൾ അർഹരായ സ്റ്റുഡൻസിലേക്ക് എത്തുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് നികത്താനായിട്ടാണ് നമ്മൾ ഇൻസൈറ്റ് 360 എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ സർക്കാർ അംഗീകാരമുള്ള ഏക എഡ്യൂടെക് സ്റ്റുഡൻറ് സപ്പോർട്ട് മൊബൈൽ ആപ്പാണിത്. ഇതെല്ലാം തന്നെ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങളുടെ യോഗ്യത എല്ലാം പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏതെല്ലാം സ്കോളർഷിപ്സുകൾ, ഫണ്ടിങ്ങുകളുണ്ട്, കോളേജ് അഡ്മിഷൻസുകൾ, പ്രവേശന എൻട്രൻസ് പരീക്ഷകൾ, ഇതിൽ എല്ലാം നമുക്ക് ഇതിനോട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മെറിറ്റ് സീറ്റുകൾ, പ്രൊഫൈൽ മാനേജ്മെന്റ് എല്ലാം ഇൻസൈറ്റ് 360യിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ PhD തലത്തിലുള്ള മികച്ച അക്കാദമിക് ടീം ഇതിന്റെ പിന്നിലുണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായ ഇൻസൈറ്റ് 360 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നൈസർ എന്ന് പറഞ്ഞ നെസ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് ഭുവനേശ്വറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രവേശനത്തിനായിട്ട് നമ്മൾ എഴുതേണ്ട പരീക്ഷയാണ് ഈ നെസ്റ്റ്. ആകെ 200 സീറ്റ്സുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. പരീക്ഷ സിലബസ് നമ്മൾ 12th നിലവാരത്തിലാണെങ്കിലും ചോദ്യങ്ങൾ കുറച്ചുകൂടി ഒരു പ്രായോഗിക ബുദ്ധി ആവശ്യപ്പെടുന്നവയായിരിക്കും. അപ്പോൾ ഒരു IIT നിലവാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുക. ഇതിൽ മികച്ച 3 വിഷയങ്ങളിലെ മാർക്കാണ് റാങ്കിങ്ങിനായിട്ട് അവർ പരിഗണിക്കും. നൈസറിൽ പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ സാമ്പത്തിക സഹായകമാണ്. ഇപ്പോൾ വർഷം ഒരു 60,000 രൂപ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടും 20,000 രൂപ നിങ്ങൾക്ക് സമ്മർ ഇന്റേൺഷിപ്പ് ഗ്രാൻഡുമായിട്ടും സ്റ്റുഡൻസിന് ലഭിക്കും. അപ്പോൾ പഠനം പൂർത്തിയാക്കിയിട്ട് മികച്ച റാങ്ക് നേടുന്നവർക്ക് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ BARC നേരിട്ട് ഇന്റർവ്യൂ വഴി നിങ്ങൾക്ക് ജോലി നേടാനും സാധിക്കും. 2026 നെക്സ്റ്റ് പരീക്ഷ ജൂൺ 6 നടക്കുന്നത്. ഐസർ IIT പരീക്ഷകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായിട്ട് പൂനെ, കൊൽക്കത്ത, അതുപോലെ മൊഹാലി, ഭോപ്പാൽ, ട്രിവാൻഡ്രം, തിരുപ്പതി, ബ്രഹ്മപൂർ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഐസറിലേക്ക് പ്രവേശനത്തിനായിട്ട് എഴുതേണ്ട പരീക്ഷയാണ് IIT. ഓക്കെ, ഇപ്പൊ നൈസറിനെ അപേക്ഷിച്ച് ഇവിടെ സീറ്റുകൾ കൂടുതലാണ്. ഏകദേശം ഒരു 2363 സീറ്റ്സുകൾ നമുക്ക് ഐസറിലുണ്ട്. ഐസറിലെ പഠനം കുറച്ചുകൂടി വൈവിധ്യമാർന്നതാണ്. സയൻസ് വിഷയങ്ങൾക്ക് പുറമെ എക്കണോമിക്സ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ വിഷയങ്ങളും ഐസർ ഭോപ്പാൽ പോലുള്ള സ്ഥാപനങ്ങൾ കോഴ്സുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ IIT പരീക്ഷ നിലവാരം ഏകദേശം നീറ്റ് പരീക്ഷയ്ക്ക് ഒരു സമാനം തന്നെയാണ്. ഈ നൈസറും ഐസറിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊന്നും നോക്കാം നമുക്ക്. നൈസർ ഒരു കേന്ദ്രീകൃത സ്ഥാപനമാണെങ്കിൽ ഐസർ എന്നത് വിവിധ നഗരങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇപ്പൊ നൈസറിലെ ഒരു ന്യൂക്ലിയർ ഫിസിക്സ്, ബഹിരാകാശ ഗവേഷണം എന്നിവയ്ക്ക് കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുമ്പോൾ ഐസറിലെ അക്കാദമിക് വൈവിധ്യമാണ് കൂടുതൽ ലഭ്യമാകുന്നത്. പിന്നെ ഐസറിലെ പ്രവേശനം കടുപ്പമേറിയതാണ്, കാരണം സീറ്റുകൾ വളരെ കുറവാണ്. എന്നാൽ ഐസറിലെ പ്രവേശനം നേടുക താരതമ്യേന എളുപ്പമാണ്. അപ്പൊ പഠന സൗകര്യങ്ങളുടെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെയും കാര്യത്തിൽ 2ാം സ്ഥാനങ്ങളാണ്. ലോകോത്തര നിലവാരം പുലർത്തുന്നുണ്ട്. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ നൈസർ കുറച്ചുകൂടി കർശനമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പരീക്ഷകൾ എഴുതേണ്ടത്? പലപ്പോഴും നമ്മൾ നീറ്റ് പരീക്ഷയ്ക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരം സുവർണ അവസരങ്ങൾ കാണാതെ പോകുന്നുണ്ട്. അപ്പൊ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചെറിയൊരു പരിശ്രമം കൂടി നടത്തിയാൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കും. അപ്പൊ പരീക്ഷാ തീയതികൾ തമ്മിൽ കൃത്യമായിട്ട് ഇടവേളകൾ ഉള്ളതിനാൽ തന്നെ തയ്യാറെടുപ്പിന് ആവശ്യത്തിന് കൂടുതൽ സമയം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ ഭാവിയിലെ ഇന്ത്യയുടെ അഭിമാനമാകുന്ന സയന്റിസ്റ്റുകളാകാൻ ആഗ്രഹിക്കുന്നവർക്ക്
നൈസറും ഐസറും വലിയൊരു വാതിലുകൾ തന്നെയാണ് തുറന്നുവിടുന്നത്. അപ്പോൾ ഒരു മികച്ച കരിയറിനോടൊപ്പം തന്നെ രാജ്യത്തെ സേവിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. കേവലം നീറ്റ് പരീക്ഷയെ മാത്രം ആശ്രയിക്കാതെ ഇത്തരം മികച്ച ബദൽ മാർഗങ്ങൾ കൂടി നിങ്ങൾ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ കരിയറിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ വിജയത്തിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.